ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്ന ഈ കാര്യപരിപാടിയിൽ ഞാൻ നിങ്ങളുമായി ഇന്ന് സന്ധിക്കുന്നു. എൻ്റെ പേര് ജോബി തോമസ്. ആലുവയ്ക്കടുത്ത് ആലങ്ങാട് കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് 1980 എൻ്റെ ജനനം. എൻ്റെ മാതാപിതാക്കൾ തോമസ്, സിസിലി തോമസ് എന്ന് പറയുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ കൂടാതെ വേറെയും മക്കളുണ്ടായിരുന്നു. എനിക്ക് മൂത്ത ഒരു ജ്യേഷ്ഠനും അതിനുശേഷം ഒരു സഹോദരിയും എന്നെ കൂടാതെ ഒരു അനിയനും. ഞങ്ങൾ അപ്രകാരം ഒരു കുടുംബമാണ്. ഒരു ചെറിയ കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. എന്നാൽ എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ എൻ്റെ കുടുംബം വളരെ തകർച്ചയുടെ പക്കത്തിലായിരുന്നു. അതിൻ്റെ കാരണം എൻ്റെ പിതാവ് ഒരു മദ്യപാനിയോ അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഒരു തോന്നിവാസ ജീവിതം നയിക്കുന്ന ആളോ അല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം കടുത്ത പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബത്തിനകത്ത് പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി പോലും കൃത്യമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ബാല്യം അത് വളരെ വേദനാജനകമായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. മാത്രമല്ല, ജീവിതത്തിൽ പലപ്പോഴും പല സ്ഥലത്തും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ പിതാവ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വേദന താൻ ചെലവിടുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ അത് മാതാവിനോടോ ഞങ്ങളോടൊക്കെ ആയിരിക്കും. അങ്ങനെ പിതാവിൽ നിന്ന് ക്രൂരമായ പീഡനം പലപ്പോഴും ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മാതാവ് അത് നിമിത്തം വീട് ഉപേക്ഷിച്ച് കടന്നുപോയി. എൻ്റെ ചെറിയ അനിയനും എൻ്റെ മാതാവിനോട് കടന്നുപോയി. ശേഷം ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പെങ്ങളും പിതാവും മാത്രം അടങ്ങുന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബം മാറി. എന്നാൽ മാതാവിനെ കാണണമെന്നുള്ള ആഗ്രഹം ഞങ്ങളെ വല്ലാതെ പിന്തുടർന്നുണ്ടായിരുന്നു. എൻ്റെ പെങ്ങൾക്കും അതുപോലെ എനിക്കും പലപ്പോഴും മാതാവിനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തെ മുതലെടുത്തെന്നോണം ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീ ഞങ്ങളെ മാതാവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഒടുവിൽ ഞാൻ മദ്രാസിലും എൻ്റെ പെങ്ങൾ ബോംബെയിലുമായി തീർന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഞാനീ പറയുന്ന കാര്യം 1990-കളിൽ കേരളത്തിൽ ജനം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയക്കാരും വാർത്താ മാധ്യമങ്ങളും ആ വിഷയത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ ചെറിയ പ്രായമായിരുന്നു എനിക്ക്. ഏകദേശം 10 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നു ഞാൻ. അന്ന് എങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിൽ മടങ്ങി എത്താമെന്ന് എനിക്കറിയില്ല. എങ്കിലും മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ് ഞാൻ പഠിച്ച സ്കൂളിലേക്കൊരു കത്തെഴുതുക. അങ്ങനെ സ്കൂളിലേക്കൊരു കത്തെഴുതി. അതിന് പ്രകാരം ആലുവയിൽ നിന്ന് കടന്നു വന്ന പോലീസ് ആദ്യം എന്നെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരികയും ശേഷം ബോംബെയിൽ നിന്ന് എൻ്റെ പെങ്ങൾ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ പെങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ വലിയ പ്രയാസം തോന്നി. അന്ന് ഞങ്ങളായിരുന്നത് ഒരു നാമധേയ ക്രിസ്തീയ പശ്ചാത്തലമായിരുന്നുകൊണ്ട് അവർ നടത്തുന്ന ഒരു ഓർഫനേജിലേക്ക് എൻ്റെ പെങ്ങളെ മാറ്റുകയും ജ്യേഷ്ഠൻ ഞങ്ങളെക്കാളും പ്രായത്തിൽ ഒത്തിരി മുതിർന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം തൻ്റെ രീതിയിൽ ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാനും പിതാവും മാത്രമായി ഭവനത്തിൽ അവശേഷിച്ചു. എന്നാൽ പിതാവിൻ്റെ ക്രൂരമായ പീഡനം പലപ്പോഴും എനിക്ക് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ജീവിതത്തിൽ മാതാവിനോടും പിതാവിനോടും തീരാത്ത പകയും, കാരണം മാതാവ് ഞങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടാണ് പിതാവിൻ്റെ പീഡനം ഞങ്ങൾക്കുണ്ടാകുന്നതെന്നും സമൂഹത്തിലുള്ള ആളുകൾ ഞങ്ങളോട് കാണിക്കുന്ന പല കാര്യങ്ങളും മനസ്സിൽ വേദനയായി തീർന്നിട്ട് സമൂഹത്തോടും കുടുംബത്തോടും സകലരോടും വെറുപ്പും വൈരാഗ്യവും നിറഞ്ഞ ആ പ്രത്യേക ചുറ്റുപാടിൽ പല തെറ്റായ തീരുമാനങ്ങളും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരി കാര്യങ്ങൾക്കൊക്കെ അടിമയായി തീർന്നു. പലപ്പോഴും ഇന്നുള്ള കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള മാരകമായ പലതരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിലേക്കും, മാത്രമല്ല അത് കണ്ടെത്താനുള്ള വഴിക്ക് വേണ്ടി പല വ്യത്യസ്തമാകുന്ന വഴിയിൽ കൂടെ ഞാൻ യാത്ര ചെയ്തു. ചില സമയങ്ങളിൽ വണ്ടി സീസ് ചെയ്യാൻ പോവുക, ഗുണ്ടായിസം ചെയ്യുക, ഏത് വിധേനയും എനിക്ക് ലഹരിക്ക് ആവശ്യമായിരിക്കുന്ന പണം കണ്ടെത്തുക എന്നൊരു ചിന്തയാണ് എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വസിച്ചിരുന്ന സ്ഥലത്ത് എൻ്റെ ചുറ്റുപാടുമുള്ള പല ആളുകളുടെ മുന്നിൽ അത് നിമിത്തം വെറുക്കപ്പെട്ടവനായി ഞാൻ തീർന്നു. എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന പലരും ഞാൻ നിമിത്തം ലഹരിക്ക് അടിമയായി. പല ആളുകളും ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാരും ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല. പലരും ആത്മഹത്യ ചെയ്തു. പലരും ലഹരിയുടെ അമിത ഉപയോഗം കാരണം അവർ ക്രൂരമായ പല കാര്യത്തിൽ ഏർപ്പെട്ട് സെൻട്രൽ ജയിലിൽ പോലും കഴിയുന്ന ആളുകളുണ്ട്.
എൻ്റെ ആ പ്രത്യേക ജീവിത ചുറ്റുപാടിൽ ഞാൻ കണ്ടുമുട്ടിയൊരു വ്യക്തിയായിരുന്നു ജോൺ ബായ്. ആ പേര് ഞാൻ നിങ്ങളോട് പറയുന്നെങ്കിലും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ, അദ്ദേഹം മരിച്ചുപോയോ എന്നെനിക്കറിയില്ല. പക്ഷേ അദ്ദേഹമാണ് എന്നെ ഒരു വ്യത്യസ്തമാകുന്ന ഒരു മേഖലയിലേക്ക് എന്നെ നയിച്ചത്. അദ്ദേഹം വിദേശത്ത് നിന്ന് കടന്നു വരുന്ന പല ആളുകളെയും സ്ഥലം കാണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് മയക്കുമരുന്നിൻ്റെ ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം വിദേശികൾക്ക് കൊടുക്കാനുള്ള കഞ്ചാവ് എന്നെ ഉപയോഗിച്ച് പല സ്ഥലത്തു നിന്നും വാങ്ങിക്കുകയും എന്നെ അദ്ദേഹത്തിനൊരു മാർക്കറ്റിംഗ് ഏജൻ്റായിട്ട് എന്നെ ഉപയോഗിക്കുകയും ചെയ്തു. മാത്രമല്ല, ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പലതരത്തിലുള്ള മയക്കുമരുന്നും അദ്ദേഹം എന്നെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ കുത്തഴിഞ്ഞൊരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം പോവുകയും ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അത്രത്തോളം ഞാനൊരു പ്രത്യേക ലോകത്തിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവായ യേശുവിൻ്റെ സ്നേഹം കടന്നു വന്നു. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ബാല്യം മുതൽ എൻ്റെ യൗവനം വരെയും ഞാൻ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ്. എന്നാൽ ഇതിൽ പല വ്യക്തികൾക്കും മുറിവേൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരുടെ പേരുകൾ പരാമർശിക്കുകയോ, എൻ്റെ ഭവനത്തിലുള്ളവരുടെ പേരുകൾ പരാമർശിക്കുകയോ, ചുറ്റുപാടിലുള്ളവരുടെ പേര് പരാമർശിക്കുകയോ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ തൊടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനായിരുന്ന ചുറ്റുപാടുകളിൽ എന്നെ അന്വേഷിച്ച് ഇറങ്ങി വന്ന കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം അതെനിക്ക് ലഭിച്ചത് ജയിലിൽ തൻ്റെ പിതാവിനെയും പിതാവിൻ്റെ കാമുകയും കൊന്ന് ഏതാണ്ട് 13 വർഷത്തോളം ജയിലിൽ കിടന്നൊരു മനുഷ്യൻ, അദ്ദേഹം ജയിലിൽ വെച്ച് കർത്താവിനെ അറിയുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ജയിലിൽ താൻ ഒരു കൂടിവരവ് ആരംഭിക്കുകയും അതിന് ഫലമായി അനേക ആളുകളെ കർത്താവിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എന്നെ കർത്താവിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനങ്ങൾ പലപ്പോഴും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ, അദ്ദേഹം പറയുന്ന വചനങ്ങൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള എൻ്റെ ജീവിതം അദ്ദേഹം പഠിച്ച ഒരു ബൈബിൾ കോളേജിലേക്കാണ് എന്നെ നയിച്ചത്. അങ്ങനെ കർത്താവിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് തന്നെ ദൈവവചനം പഠിക്കുവാനുള്ളൊരു വലിയ ഭാഗ്യം ദൈവം എനിക്ക് നൽകി തന്നു. ഞാൻ ആ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ പഠിച്ചതിന് ശേഷം എന്താണ് താങ്കളുടെ അടുത്ത പരിപാടി? ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കർത്താവിനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ജനത്തിനിടയിൽ കടന്നു പോകണം, അവരോട് കർത്താവിനെ അറിയിക്കണം, കഴിയുമെങ്കിൽ യേശുവിൻ്റെ നാമത്തെ പ്രതി രക്തസാക്ഷിയായി തീരണം. എത്രത്തോളം എനിക്കങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്നെനിക്കറിയില്ല. കാരണം എൻ്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ചിട്ടയില്ലാത്ത ജീവിതവും മാതാവിൽ നിന്നുള്ള സ്നേഹമോ പിതാവിൽ നിന്നുള്ള സ്നേഹമോ ലഭിക്കാതെ, എൻ്റെ കൂടപ്പിറപ്പുകളോട് കൂടെ സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ, പലതരത്തിലുള്ള സമൂഹത്തിൻ്റെ ചെളിക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ ജീവിതം പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമായിട്ട് എന്നിൽ അവശേഷിക്കുകയാണ്. എങ്കിലും ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി വില കൊടുക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അതിന് നിമിത്തം എൻ്റെ ബൈബിൾ പഠനം പൂർത്തീകരിച്ച് ഏതാനും നാൾ കഴിയും മുമ്പേ തന്നെ വടക്കേന്ത്യയിലേക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നു. ഞാൻ വടക്കേന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്നറിയാതെയാണ് വാസ്തവത്തിൽ എൻ്റെ യാത്ര ആരംഭിച്ചത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്ക് പോകേണ്ടുന്ന സ്ഥലം അന്വേഷിച്ചതൊരു തെറ്റായ പേരിലായിരുന്നു ഞാൻ അന്വേഷിച്ചത്. ആ ട്രെയിനിൽ കയറിയുള്ള എൻ്റെ യാത്ര അത് എന്നെ കൊണ്ട് എത്തിച്ചത് ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു സ്ഥലത്തേക്കായിരുന്നു. വേണ്ടത്ര ഗതാഗത സൗകര്യങ്ങളില്ലാത്ത, വേണ്ടത്ര വൈദ്യുതി ഇല്ലാത്ത, ജീവിതത്തിന് പറ്റിയ ചുറ്റുപാടുകളില്ലാത്ത, സാമ്പത്തികമായ ഒന്നും ലഭിക്കാത്ത ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് ആ യാത്ര എന്നെ കൊണ്ടെത്തിച്ചത്. എന്നാൽ അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നു, ദൈവം എന്നെ പണിയുകയായിരുന്നു. ആ യാത്രയ്ക്ക് മുൻപ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവം എനിക്ക് ദാനമായി തന്ന എൻ്റെ ഇണയായിരുന്നു ഫേബ പെർസീസ്. എൻ്റെ ഭാര്യ വാസ്തവത്തിലൊരു കത്തോലിക്ക കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഏതാണ്ട് പെന്തക്കോസ്ത് കുടുംബത്തിൽ 3-ാം തലമുറക്കാരിയായിട്ടാണ് എൻ്റെ ഭാര്യ ജനിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദൈവത്തെയോ ഞാൻ പറയുന്ന ആത്മീയ കാര്യങ്ങളെയോ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു പ്രത്യേക പശ്ചാത്തലമായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ഒരിക്കൽ പോലും എന്നോട് എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ വടക്കേന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് കൈക്കുഞ്ഞായിരിക്കുന്ന ഏതാണ്ട് 1 വയസ്സോളം അടുത്ത് പ്രായമുള്ള
എൻ്റെ മൂത്ത മകനുമായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഒരിക്കലും നോർത്തിൻ്റെ പശ്ചാത്തലം ഞങ്ങൾക്കറിയില്ല. അവിടുത്തെ കാലാവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. അവിടുത്തെ തണുപ്പോ അവിടുത്തെ ചൂടിനെ പറ്റിയൊന്നും ഞങ്ങളതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ ചെല്ലുന്നത് തണുപ്പിൻ്റെ ആരംഭ സമയങ്ങളിലായിരുന്നു. ആ തണുപ്പ് വളരെ കഠിനമായി തീർന്നു. ഞങ്ങളുടെ മൂത്ത മകൻ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇളയൊരു മകൻ കൂടിയുണ്ട്. മൂത്ത മകന് ആ സമയത്ത് ന്യൂമോണിയ ബാധിച്ച് ഒരു ദിവസം പൂർണ്ണമായി ശ്വാസം നിലച്ച അവസ്ഥയിലേക്ക് അവൻ മാറി. എന്നാൽ ഞങ്ങളെ അടുത്തറിയാവുന്ന ഒരു ആൻറ്റി എന്ന് പറയുന്നതിനേക്കാളും യാദൃശ്യമായി ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു ആൻറ്റി എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അവരൊരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിലുള്ള സ്ത്രീയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന അവർ വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്, ശ്വാസമില്ലാതെ കിടക്കുന്ന ഞങ്ങളുടെ മകനെ കർത്താവിൻ്റെ വേലയ്ക്ക് അവൻ തടസ്സമാണെങ്കിൽ കർത്താവേ അവനെ നീ എടുത്തുകൊണ്ട് നിനക്ക് നന്ദി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന വാക്കുകളാണ് അവർ കേട്ടത്. മനസ്സ് തകരുന്നുണ്ടായിരുന്നെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് ഒന്നും ഒരു തടസ്സമായി തീരരുതെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ ഭരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ആൻറ്റിയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അന്ന് മുതൽ അവൻ പലതരത്തിലുള്ള രോഗത്തിന് അടിമപ്പെട്ടു. അതിനുശേഷം ദൈവം ഞങ്ങൾക്ക് മറ്റൊരു മകനെ കൂടെ നൽകി തന്നു. ആ സ്ഥലത്തുള്ള ഞങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ട് നേരിട്ടതായിരുന്നു. പലതരത്തിലുള്ള രോഗങ്ങൾ, സാമ്പത്തികമായി ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ, ഭാഷ പഠിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ പലതും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയോട് ചേരുകയും അതിനോട് ചേർന്ന് ഏതാണ്ട് 13 വർഷം സഭാ ശുശ്രൂഷയിലായിരിക്കാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും, ഗുജറാത്തിലും യു പിയിലും മധ്യപ്രദേശിലും അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഒടുവിൽ സുവിശേഷ വേല ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം എൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം ഒരിക്കലും ഒരു നല്ല പശ്ചാത്തലമല്ലായിരുന്നു. ഞാൻ വിട്ടേച്ചു വന്ന പലതും എന്നെ പലപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് പലപ്പോഴും സുവിശേഷം എനിക്ക് കഠിനമായി തീർന്നപ്പോൾ ഒരു തീരുമാനം എടുത്തു, കർത്താവേ നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയെങ്കിലും അത് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനൊരു ചിന്തയിൽ ഒരു സ്കൂള് തുടങ്ങുകയും എന്നാൽ ആ സ്കൂള് വളരെ ഗ്രോത്തായി. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഉയരത്തിൽ ആ സ്കൂള് ഉയരുകയും ചെയ്തു. എന്നാൽ കർത്താവ് ഒരിക്കലും ഇടപെട്ടു. ഞാൻ നിന്നെ വിളിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണോ? ദൈവത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞ സമയം മുതൽ ഞങ്ങൾ ആദ്യമായിരുന്ന സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ വീണ്ടും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായി. എൻ്റെ സുഹൃത്തുക്കളായ ചില ആത്മീയരായിരിക്കുന്ന പല ദൈവദാസന്മാരും വടക്കേന്ത്യയിൽ കടന്നു വരികയും അവരോട് ഒരുമിച്ച് പല ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുകയും അങ്ങനെ പുതുതായി എങ്ങനെ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാം, ഒരു വ്യക്തിയെ എങ്ങനെ കർത്താവിലേക്ക് നയിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ യാത്രയിൽ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അനേക ഗ്രാമങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ ദൈവം സഹായിച്ചു. ഒടുവിൽ ദൈവം ചോദിക്കുമ്പോൾ ആ സ്കൂൾ പോലും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ നാമത്തെ പ്രതി ഉത്തർപ്രദേശിൻ്റെ പല ജില്ലകളിലേക്കും ഇറങ്ങി പോകാൻ കർത്താവിനെ സഹായിച്ചു. ഒടുവിൽ എനിക്ക് പരിചയമില്ലാത്ത, എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഈ ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം എന്നെ നയിക്കുകയും ആ സ്ഥലത്ത് പലയിടങ്ങളിലായി ദൈവവചനപ്രകാരമുള്ള സത്യ ആരാധനകൾ സ്ഥാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കുകയും ചെയ്തു. അത് നിമിത്തം കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. എങ്ങനെ ഒരു പുതിയ വ്യക്തിയോട് സുവിശേഷം പറയാം, എങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ആ ഗ്രാമത്തിലെ ആളോട് എങ്ങനെ അവരോട് ഇണങ്ങിച്ചേരാൻ കഴിയും, എങ്ങനെ അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയും, എങ്ങനെ ആ വ്യക്തിയോട് കർത്താവിനെ കുറിച്ച് പറയാൻ കഴിയും. ഇതൊക്കെ ദൈവം ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള നേട്ടങ്ങളായിട്ട് ഞാൻ കാണുന്നു. എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ മാറി, വടക്കിൻ്റെ പല ഭാഗങ്ങളും സുവിശേഷത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ ദൈവം നേപ്പാളിലേക്കൊരു വാതിൽ തുറന്നു തന്നു. അങ്ങനെ ആ യാത്രയിൽ നേപ്പാളിൽ ചില പുതിയ ആളുകൾ കണ്ടുമുട്ടുവാൻ, ചില പുതിയ ആലയങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം തന്നു. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു പിയുടെ പല പ്രദേശത്തും, നേപ്പാളിലും ഒറീസയിലും പല സ്ഥലങ്ങളിലും സത്യ ആരാധനകൾ സ്ഥാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നെ സഹായിക്കുവാൻ കർത്താവ് ഒരു അഭിഷിക്ത ദാസനെ ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മൻ മത്തായി എന്നാണ്. അദ്ദേഹം എന്നെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുകയും പലപ്പോഴും ആത്മീയമായും ഭൗതികമായും കൈത്താങ്ങൽ തരികയും സുവിശേഷ വേലയ്ക്ക് ആവശ്യമുള്ള പലതും എനിക്ക് നൽകി തരികയും ചെയ്തത് അദ്ദേഹമായിരുന്നു. എനിക്ക് നൽകി തന്നു എന്നതിന് പറഞ്ഞതിനേക്കാൾ ഉപരിയായി അദ്ദേഹം എന്നെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പല രാത്രി വേളകളിലും എനിക്ക് ആപത്ത് വരാൻ പോകുന്നെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം എനിക്ക് വേണ്ടി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും വരെ ചെയ്തിട്ടുണ്ട്. എൻ്റെ യാത്രകളിൽ പലപ്പോഴും എനിക്ക് ശക്തമായ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. 2 പ്രാവശ്യം 4 വീലറിൽ
ഉണ്ടായ അപകടം. അതിൽ ഒരപകടം 3 വട്ടം കുത്തനെ മറിഞ്ഞ വാഹനം ഒരു തലമുടിക്ക് പോലും കേടില്ലാത്ത രീതിയിൽ ആ വാഹനത്തിനുള്ളിൽ നിന്ന് അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ, ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം ഞാൻ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ പരിപാലനം മാത്രമല്ല, ദൈവത്തിലുള്ള ആഴമേറിയ ബോധ്യം, വിശ്വാസം. കാരണം നമ്മളായിരിക്കുന്ന ഈ ലോകം താൽക്കാലികമാണെന്നും ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും അതൊന്നും ശാശ്വതമല്ലെന്നും എന്നാൽ നിലനിൽക്കുന്ന ഒന്ന് സ്വർഗത്തിലുണ്ടെന്നും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ അത് ഉള്ളതുപോലെ തിരിച്ചറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഞാൻ ഇന്നുവരെയും ഒന്ന് സമ്പാദിക്കുകയോ ഒരു ഭവനം ഉണ്ടാക്കുകയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്ക് കരുതുവാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, 1-ാം സങ്കീർത്തനവും അതുപോലെ യിരെമ്യാ പ്രവചനം 7-ാം അധ്യായവും പഠിക്കുമ്പോൾ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. ആറ്റരികത്ത് എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള അനുഭവമാണെങ്കിലും യിരെമ്യാ പ്രവാചകൻ പറയുന്നു അതിന് ഉഷ്ണം തട്ടും, അതിൻ്റെ സാഹചര്യങ്ങൾ മാറും, വരൾച്ചയുള്ള കാലം ഉണ്ടാകും. പക്ഷെ അപ്പോഴൊക്കെ അത് അതിൻ്റെ ഇല പച്ചയായി തന്നെ ഇരിക്കും, അത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ പല വരൾച്ചകളും കാണുവാൻ, പല ബുദ്ധിമുട്ടുകൾ കാണുവാൻ എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ എനിക്കുള്ള സന്തോഷം ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവം എന്നെ നടത്തുന്ന ഓരോ വിധങ്ങളും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു തീരാത്തത്ര സാക്ഷ്യം ഉളവാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൻ, ഞാൻ വിചാരിച്ചത് അവനെ കേവലം ഒരു 10-ാം ക്ലാസ്സെങ്കിലും പഠിപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ അവൻ ഡിഗ്രി വരെ, ഗ്രാജുവേഷൻ വരെ കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ മകനെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവനെ ഒരു കേരളത്തിലുള്ളൊരു കോളേജിൽ BTH ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നും കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മാറണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി അവൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. പക്ഷേ പലപ്പോഴും രാത്രിയോ നേരം വൈകിയോ വരുമ്പോൾ അവൻ നടന്നു വരുന്ന വഴികളിൽ അവന് ഭയം നേരിടുന്നുണ്ടെന്നും ഈ ജോലിക്ക് പോകണമോ വേണ്ടയോ എന്നുള്ള ചിന്ത അവനെ ഭരിക്കുന്നുണ്ടെന്നും ദൈവത്തിൻ്റെ ആത്മാവിനാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച നിമിത്തമായിട്ട് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, നാളെ മുതൽ നീ ജോലിക്ക് പോകണ്ട. ഒരു വാക്കുപോലും മറുത്ത് പറയാതെ അവൻ ജോലി ഉപേക്ഷിച്ച് അവൻ കടന്നു വന്നു. അതിനുശേഷം അവനെ കൂട്ടിയിട്ട് നേപ്പാളിലേക്ക് കടന്നുപോയി. അനേകരോട് കർത്താവിനെ പ്രസംഗിക്കുവാൻ അവിടെ ദൈവം അവസരങ്ങൾ തന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരൊക്കെ തീർച്ചയായും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നൊരു ചലഞ്ച് ഇത്രയേ ഉള്ളൂ. എൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകം പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ തലമുറകളെ കർത്താവിൻ്റെ വേലയെ അഭ്യസിപ്പിക്കുന്നെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യമായ കാര്യമാണെന്നും നിങ്ങൾ ചെയ്യുന്ന സത്യമായ പ്രവൃത്തിയാണെന്നും നിങ്ങളുടെ തലമുറകൾ മനസ്സിലാക്കി നിങ്ങളുടെ ആ വേലയിൽ നിങ്ങൾ കൈത്താങ്ങൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ധന്യമേറിയ മുഹൂർത്തം അതായിരിക്കും എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഞാൻ അനേക കാര്യങ്ങൾ വലിച്ചുവാരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ യാത്ര ചെയ്ത മണ്ഡലങ്ങളിൽ അനേക തകർന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി മുന്നോട്ട് ജീവിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. രോഗത്താൽ പ്രയാസപ്പെട്ട് സഹായിക്കാൻ ആരുമില്ലാതെ നെടുവേർപ്പെടുന്ന, കരയുന്ന, തകർന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെക്കുറിച്ച് നോക്കുമ്പോൾ വളരെ ഭാഗ്യവാനാണ് ഞാനെന്ന് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ മാതാപിതാക്കൾ ഇന്ന് ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നോക്കണമെന്നുള്ള ആ ഭാരിച്ചൊരു ഉത്തരവാദിത്വം എൻ്റെ തലമേൽ നിന്നില്ല. എനിക്ക് കെട്ടിച്ചുവിടാൻ പ്രായമുള്ള സഹോദരിമാരില്ല. അതുകൊണ്ട് അങ്ങനെ വലിയൊരു ഭാരം ആ നിലയിലും ഞാൻ അനുഭവിക്കുന്നില്ല. ഇനി എനിക്ക് നിറഞ്ഞു നിൽക്കുന്ന പെമ്മക്കളില്ല. അവരുടെ ഭാവിക്ക് വേണ്ടി കരുതണമെന്നോ അവരെ സഹായിക്കണമെന്ന് തോന്നുവാൻ. സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ചർച്ചിൻ്റെ ലോക്കൽ പാസ്റ്ററായിട്ടിരിക്കുവാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടില്ല. പുതിയ സ്ഥലങ്ങളിൽ കടന്നു പോകുവാൻ, പുതിയ ആൾക്കാരോട് സുവിശേഷം പറയുവാൻ, പുതിയ ആളുകളെ കൂട്ടിക്കൊണ്ട് പുതിയ കൂട്ടായ്മകൾ ആരംഭിക്കുവാനാണ് കർത്താവ് എന്നെ ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയൊരു ഭാരവും എൻ്റെ തലയിലില്ല. അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വേലയിൽ ഒരിക്കൽ പോലും ഒരു ഭാരം എൻ്റെ തലമേൽ വയ്ക്കാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ വായിക്കുന്നു, കർത്താവിൻ്റെ മുഖം അത് എത്രയോ ലളിതമാണെന്നാണ് മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ലളിതമായിരിക്കുന്ന കർത്താവിൻ്റെ മുഖം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയുടെ ഓരോ സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ആ മുഖം ഞാനല്ല ചുമക്കുന്നത്, അവൻ തന്നെയാണ്.
പലപ്പോഴും പല പുതിയ ആളുകളോടും കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അവരോട് പറയാനുള്ള തക്ക വാക്കുകൾ ദൈവമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ സൗഖ്യമാകുന്നു, വിടുതൽ പ്രാപിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ആ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് തീർച്ചയായും ജീവിക്കാൻ കഴിയും. എൻ്റെ മുന്നിൽ അനേക വെല്ലുവിളികളുണ്ട്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അനേക രാജ്യങ്ങളിൽ കർത്താവ് പല വ്യക്തികളോട് ഇടപെടാൻ ആഗ്രഹിച്ചിട്ടും അവിടേക്ക് ആരെ അയക്കേണ്ടെന്നൊരു ചോദ്യം കൊണ്ട് കർത്താവോട് നിൽക്കുകയാണ്. ഏഷ്യ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ആ ചോദ്യത്തിന് ഏഷ്യാവ് പ്രതികരിച്ചതുപോലെ ഇന്ന് പകലിൽ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് ഇതൊരു ദൈവത്തിൻ്റെ ശബ്ദമായി നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അനേക രാജ്യങ്ങൾ, അനേക സ്ഥലങ്ങൾ, യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത അനേക സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ വ്യക്തമായ വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അനേക സ്ഥലങ്ങൾക്ക് വേണ്ടി കർത്താവ് വാതിലുകൾ തുറന്നു തരും. നിങ്ങൾ കർത്താവിന് വേണ്ടി അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം എന്തും തന്നെ ആയിക്കോട്ടെ. എൻ്റെ പശ്ചാത്തലം എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ അനാഥനായിട്ട് ജീവിച്ചവനാണ്. എൻ്റെ പശ്ചാത്തലം മറ്റു കുഞ്ഞുങ്ങൾ കളിച്ചു ജീവിക്കേണ്ട സമയത്ത് ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആളാണ്. പക്ഷേ എങ്കിലും അതിൽ നിന്നൊക്കെ അത്ഭുതകരമായി എന്നെ വിടുവിച്ച ദൈവം എന്നെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം എന്നെ പ്രത്യേക ദർശനപ്രകാരം അവൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതുപോലെ നിങ്ങളെയും വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി ധന്യമായി തീരും. എൻ്റെ എളിയ വാക്കുകളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ.